എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒറോച്ചി അവനാണെങ്കിൽ ആ ഫയർ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇപ്പൊ അവന്റെ പാർട്ടി അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു ഭാഗത്ത് കൈഡോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓമാൻ ടീം ഇപ്പൊ ഓൾമോസ്റ്റ് ആ വാനോ കിണ്ടത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കൈഡോയുടെ ആജ്ഞ അനുസരിച്ച് അവന്റെ അസിസ്റ്റൻസ് എല്ലാം തന്നെ ഇപ്പൊ ബിഗ് മോമിന്റെ കപ്പലിനെ റൗണ്ട് ചെയ്ത് അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അത് ബിഗ് മോമാണ്. അവളുടെ അസിസ്റ്റൻസും ഫാമിലിയുമാണ് ആ കപ്പലിലുള്ളത്. അവരാണെങ്കിൽ സിമ്പിളായിട്ട് കൈഡോയുടെ സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്ത് താഴെയിടും. ഇവിടെ അറ്റാക്ക് വേറൊരു ലെവലിൽ പോകുമ്പോൾ അവിടെ ഒറോച്ചിയാണെങ്കിൽ പാർട്ടി അങ്ങനെ അടിച്ചു പൊളിക്കും. കിങ്ങിനും ക്വീനും ആണെങ്കിൽ അവരുടെ ടെൻഷൻ കൂടി വരും. അവരെങ്ങനെയെങ്കിലും കൈഡോയുടെ ആജ്ഞ അനുസരിച്ച് ബിഗ് മോമിനെ തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും യാതൊരു ഉപയോഗവും ഇല്ല. ബിഗ് മോമിനെ ഇതുവരെ അവരെ കൊണ്ട് തടയാനായിട്ടില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ കാര്യമായിട്ടുള്ള ചിന്തയിലാണ്. മറ്റൊന്നുമല്ല, അവനവന്റെ ഫോർത്ത് ഗിയർ അതുപയോഗിച്ച് ഒരുപാട് ദേഷ്യത്തിലും പകയിലും ആ ഒരു കൈഡോയെ ആഞ്ഞെട്ടിച്ചിട്ടും അവനൊരു പോറൽ പോലും ഏറ്റില്ല. മാത്രമല്ല, കൈഡോയുടെ ഒരൊറ്റ പഞ്ചിൽ ലൂഫിയുടെ കാറ്റ് പോയി. സോ അവനെ തോൽപ്പിക്കണമെങ്കിൽ എൻ്റെ പവർ അത് മതിയാവില്ല. ഞാൻ ഇനിയും പവർഫുൾ ആവണം. അവൻ്റെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടെത്തി അതിനെതിരെ ഞാൻ വലിയൊരു പട തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ ഹായ് ആയിട്ട് കിടക്കുമ്പോഴായിരിക്കും സാക്ഷാൽ റൈസോ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരിക. റൈസോയെ കാണുമ്പോൾ തന്നെ ലൂഫിക്ക് ഭയങ്കര സന്തോഷം. റൈസോ ആണെങ്കിൽ ലൂഫിയോട് പറയും, നീ ഓവർ എക്സൈറ്റഡ് ആവരുത്. ഇതുവരെ ആ കീ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം നിന്നെ അറിയിക്കണം എന്നുണ്ട്. ആ വയലറ്റ് പെണ്ണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് പരിക്കുകൾ പറ്റിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ക്യൂറായി അവളിപ്പോൾ ഓക്കെ ആണെന്ന് പറയും. അത് കേട്ട് ലൂഫിക്കാണെങ്കിൽ നല്ല സന്തോഷം. ഞാൻ എത്രയും വേഗം കീവായിട്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞ് റൈസോ അവിടുന്ന് കടന്നു പോകും. ലൂഫി ആണെങ്കിൽ ആ വയലറ്റ് പെണ്ണ് സേഫ് ആണെന്ന് അറിഞ്ഞതിൽ അങ്ങനെ ഹാപ്പിയായി തുള്ളിച്ചാടും. അതേസമയം ബിഗ് മോം അവളാണെങ്കിൽ എല്ലാ ഒബ്സ്റ്റിക്കിൾസിനെയും തള്ളി നീക്കിയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചും അങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കിങ്ങും ക്യൂനും ആണെങ്കിൽ ഒരു കാഴ്ച കണ്ട് ഷോക്കാവും. ഇങ്ങനെ പോവാണെങ്കിൽ അവരെത്രയും വേഗം വാനോ കിണ്ടത്തിലേക്ക് എത്തും. അങ്ങനെ സംഭവിച്ച കൈഡോ അവൻ വെറുതെ ഇരിക്കില്ല. തീർച്ചയായിട്ടും അവൻ ഈ ഐലാൻഡ് അത് മുഴുവനായിട്ട് നശിപ്പിക്കും. ബിഗ് മോം ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു വാട്ടർഫോളിലൂടെ കപ്പൽ മുകളിലേക്ക് കൊണ്ടുവരും. അവളുടെ അസിസ്റ്റൻസും സിബ്ലിങ്സും കുട്ടികളും അവരെല്ലാവരും ആ കാഴ്ച കണ്ട് വണ്ടറടിക്കുകയാണ്. കാരണം അവരെല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ചില കാഴ്ചകൾ കാണുന്നതും വാനോ കിണ്ടത്തിലേക്ക് വരുന്നതും. ക്വീൻ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് നിലവിളിച്ച് പറയും, ഓ നോ, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അതല്ല എങ്കിൽ ബിഗ് മോം അവൾ ഇവിടേക്ക് വരും. കൈഡോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ അടിച്ചു പറയും, ഓക്കെ കുഴപ്പമില്ല, അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കഥ അതെന്റെ കൈകൊണ്ട് ഞാൻ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസുമായിട്ട് തയ്യാറാവും. അതേസമയം കൺട്രോൾ പോയ കിങ് ആൾ അങ്ങനെ ഫ്ലൈ ചെയ്ത് ബിഗ് മോമിനെ അവളെ ഐലാൻഡിൽ കാലുകുത്താതെ ആ ഒരു വാട്ടർഫോൾ തന്നെ തകർക്കാനായി അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവും. കിങ് ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് ആ കപ്പലിന്റെ ക്ലോസ് എത്തേണ്ട താമസം ബിഗ് മോമും അവളുടെ ആൾക്കാരും ചേർന്ന് അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. കിങ് ആൾ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. വേറെ വഴിയില്ലാതെ ആൾ ഫ്ലൈ ചെയ്ത് അവിടുന്ന് കടന്നു പോകും. ബിഗ് മോം ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം ആ വാനോ കിണ്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കൈഡോയെ തല്ലി തോൽപ്പിച്ച് ലൂഫിയോട് റിവഞ്ച് ചെയ്യുക എന്നതാണ് ബിഗ് മോമിന്റെ ലക്ഷ്യം. അങ്ങനെ ബിഗ് മോം ചെയ്ത അത് കൈഡോയ്ക്ക് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപമാനമാണ്. ഇവിടെ കിങ് ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ബിഗ് മോമിന്റെ കപ്പലിനെ ലക്ഷ്യമാക്കി പറന്നു വരും. കിങ് ആണെങ്കിൽ നല്ല ഫോഴ്സിൽ വന്ന് ആ കപ്പലിന്റെ ഒറ്റ ഇട്ടി. ആ ഒരു ഇടിയിൽ കപ്പലിന്റെ കൺട്രോൾ പോയി അതിപ്പോ താഴേക്ക് പോകാൻ തുടങ്ങും. ബിഗ് മോം കപ്പലിനെ കെട്ടി വലിക്കുന്ന ആ ഒരു ഫിഷിന്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറും. പക്ഷെ എന്താ, അവളുടെ കാല് തന്നെ അവളും ഇപ്പൊ താഴേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഒരു ഗ്രാമം കാണിക്കും. അവിടെയാണെങ്കിൽ ആ ഡൈനോസർ വില്ലൻ അവൻ അങ്ങനെ നടന്നു പോവാണ്. അവനാണെങ്കിൽ അവിടെയുള്ള വീടുകളെല്ലാം തല്ലി പൊളിച്ച് അവിടെയുള്ള ആൾക്കാരോട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കുറിച്ച് ചോദിക്കാനായിട്ട് തുടങ്ങും. അവരാണെങ്കിൽ അവർക്കറിയില്ല എന്ന് പറഞ്ഞ് ജീവൻ കൊണ്ട് ഓരോ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഡൈനോസർ വില്ലൻ അവനെ കണ്ട് നമ്മുടെ ഉസോപ്പും ഫ്രാങ്കയും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടുകയാണ്. കാരണം ഇപ്പൊ അവർ രണ്ടുപേരും ആ ഡൈനോസർ വില്ലനോട് ഫൈറ്റ് ചെയ്താൽ അത് വലിയ കുഴപ്പമാവും. അവരുടെ പ്ലാൻ അത് മുഴുവനായിട്ടും ചീറ്റിപ്പോവും. അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു വിധത്തില് അവന്റെ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഉഷാറായി മുൻപോട്ടേക്ക് ഓടും. അപ്പൊ അവരുടെ തൊട്ട് മുൻപിലായിട്ട് ആയുധമൊക്കെ ആയിട്ട് ആരോ ഒരാൾ കടന്നു വരികയാണ്. അവരെ കണ്ട് ഉസോപ്പാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. അത് മറ്റാരുമല്ല, ട്രഫാൽഗർ സാഞ്ചിയും. അവർ രണ്ടുപേരും ഇപ്പൊ ഫ്രാങ്കയെയും ഉസോപ്പിനെയും കൂട്ടി മുൻപോട്ടേക്ക് കുതിക്കും. എനിക്കാണെങ്കിൽ ആളുടെ ടെൻഷൻ അതങ്ങനെ കൂടി വരികയാണ്. കാരണം അതുപോലെ സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവുമെന്ന് അവൻ കരുതിയില്ല. ഈ ഒരു ഡൈനോസർ വില്ലന്റെ കയ്യിൽ വാനോ കിണ്ടത്തിലുള്ള ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ വെറുതെ വിടില്ല. ഒരു കാരണവശാലും മൊമന്റോസ്കാൻ ടീം അവര് ഇവന്റെ കയ്യിൽ ചെന്ന് പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ലോ ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോവും. ലോ ആണെങ്കിൽ തീർത്തു പറയും, ഇൻ കേസ്
നിങ്ങളെ ആ ഒരു ദിനോസർ വില്ലൻ അവൻ പിടിക്കുകയാണെങ്കിൽ മൊമൻറ്റോസ്കി ടീമിനെ കുറിച്ചോ അവരുടെ പ്ലാനുകളെ കുറിച്ചോ നിങ്ങൾ പറയാൻ പാടില്ല. ഉസോപ്പിനാണെങ്കിൽ അത് കേട്ട് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും. ഫ്രാങ്കി അത് കേൾക്കേണ്ട താമസം അവന്റെ ഹെയർ സ്റ്റൈൽ അതങ്ങനെ ചേഞ്ച് ചെയ്ത് അവന്റെ ഫേസ് തന്നെ മറക്കുകയാണ്. അതേസമയം ഇവിടെ ആ ഡൈനോസർ വില്ലൻ അവനാണെങ്കിൽ ഓരോരോ വീടുകളും ഷോപ്പുകളും അങ്ങനെ തല്ലി പൊളിക്കും. ആഞ്ചിയാണെങ്കിൽ നൂഡിൽസ് വിറ്റുകൊണ്ടിരുന്ന ആ ഷോപ്പിലേക്ക് വന്ന് ആ ഷോപ്പ് മുഴുവനായിട്ടും അവൻ അടിച്ച് തകർക്കുകയാണ്. ആ ഷോപ്പിന്റെ ചില ബേസ്മെന്റ് പോർഷൻസ് അടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വീഴും. അവളാണെങ്കിൽ വേദനയിൽ ഒച്ചത്തിൽ നിലവിളിക്കും. ആഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കാനാവില്ല. പക്ഷേ അവനിപ്പോ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം കേട്ട് സഹിച്ച് അവനെ തന്നെ കൺട്രോൾ ചെയ്ത് മുൻപോട്ടേക്ക് ഓടും. ഇവിടെ ഷോപ്പ് ഓണർ ആണെങ്കിൽ ആ ഡൈനോസർ വില്ലനോട് കാല് പിടിച്ച് കെഞ്ചും. ദയവ് ചെയ്ത് ഞങ്ങളുടെ ഷോപ്പ് നശിപ്പിക്കരുത്, ഞങ്ങൾക്കാകെയുള്ള ഒരു ഉപജീവന മാർഗമാണിത്. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഷോപ്പ് തല്ലി തകർക്കും. അതിനുശേഷം ദേഷ്യപ്പെട്ട് പറയും, യോഷിറോ ഫാമിലിയിലുള്ള ആളുകളുടെ ദേഹത്താണ് സാക്ഷാൽ സാഞ്ചി അവ കൈവച്ചത്. സോ ഒരു കാരണവശാലും സാഞ്ചിയെയും ട്രഫാൽഗർ ലോയെയും അവന്റെ കൂടെയുള്ളവരെയും ആരെയും തന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അവരെ കണ്ടെത്താൻ നിങ്ങൾ സഹായിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ നശിപ്പിച്ചു കളയുന്നു പറഞ്ഞ് ഡൈനോസർ വില്ലനാണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ മുഴുവൻ നാശം വിതയ്ക്കും. ഇവിടെ ഉണ്ടായിരുന്ന ലേഡീസ് എല്ലാം തന്നെ ഇപ്പൊ സാഞ്ചിയുടെ പേര് വിളിച്ച് അങ്ങനെ നിലവിളിച്ച് കരയാണ്. സാഞ്ചി ആണെങ്കിൽ അത് കേട്ട് അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കും. പോയിക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. അവൻ ആ പെൺകുട്ടികളെ ഉപയോഗിച്ച് സാഞ്ചിയെ അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് വേദനിച്ച സാഞ്ചിക്ക് വേദനിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഇവിടെ സാഞ്ചിയാണെങ്കിൽ അല്പനേരം അങ്ങനെ നിൽക്കും. ട്രഫാൽഗർ ലോയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ നിന്നെ ട്രിഗർ ചെയ്യാണ്, ഒരു കാരണവശാലും നീ ഇതിൽ വീണു പോകാൻ പാടില്ല. സാഞ്ചി ഒരു അല്പനേരം അവിടെ അങ്ങനെ നിന്ന് ആലോചിക്കും. അതിനുശേഷം ടേൺ ചെയ്ത് ഇപ്പൊ ആ ഗേൾസിനെ രക്ഷിക്കാൻ അങ്ങനെ ഉഷാറായിട്ട് ഓടും. സാഞ്ചി ആണെങ്കിൽ കയ്യിൽ ഫയറുമായി ഞൊട്ടിയടയില് ആ വില്ലന്റെ മുൻപിലേക്ക് വരികയാണ്. അവൻ ഡൈനോസർ വില്ലൻ സാഞ്ചിയെ കാണേണ്ട താമസം അവന്റെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് സാഞ്ചിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. സാഞ്ചി ചുറ്റും നോക്കും. അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളും സാഞ്ചി അവൻ നൂഡിൽസ് ഉണ്ടാക്കിയിരുന്ന ഷോപ്പും അതെല്ലാം തന്നെ ഈ ഒരു വില്ലൻ അവൻ അടിച്ച് നിരപ്പാക്കിയിരിക്കുകയാണ്. ഉസോപ്പാണെങ്കിൽ സാഞ്ചിയെ തിരികെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിന് സാഞ്ചി പല്ലു കടിച്ച് എന്നെ കൊണ്ട് പറ്റില്ല ഇത് കണ്ടു നിൽക്കാനായിട്ട്. ഇവൻ ചെയ്തതിനുള്ള പണിഷ്മെന്റ് അത് ഇവൻ അനുഭവിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും അത് ഞാൻ ഇവനെ അനുഭവിപ്പിക്കുന്നു പറഞ്ഞ് അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം സാഞ്ചി ആണെങ്കിൽ ജർമ്മ 66 അവരുപയോഗിക്കുന്ന ആ സ്യൂട്ട് കയ്യിലെടുക്കുകയാണ്. കാരണം സാഞ്ചി ആരാണെന്ന് മറ്റാരും കണ്ടുപിടിക്കാൻ പാടില്ല. സാഞ്ചി അങ്ങനെ സ്റ്റൈലായിട്ട് അവന്റെ സ്യൂട്ട് അതങ്ങനെ ചേഞ്ച് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.